എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നവരാത്രി ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ GST നിരക്കുകൾ പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 22 മുതൽ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്കുൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മിക്ക സാധനങ്ങൾക്കും നികുതി ഒഴിവാക്കുകയോ 5% നികുതിയിലേക്ക് താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് പറയുന്നത്. GSTയിൽ സമഗ്ര മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ. ഇനി മുതൽ GSTയിൽ 5%, 18% എന്നീ 2 സ്ലാബുകൾ മാത്രമാണ് ഉണ്ടാകുക. 12%, 28% എന്നിങ്ങനെയുള്ള 2 സ്ലാബുകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കി. ഇതിനൊപ്പം ചുരുക്കം ചില ഉൽപ്പന്നങ്ങൾക്ക് 40% എന്ന നികുതിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ ചേർന്ന GST കൗൺസിൽ യോഗത്തിലാണ് ഇളവുകൾക്ക് അംഗീകാരം നൽകിയത്. 175 ഉൽപ്പന്നങ്ങളുടെ വില GST മാറ്റത്തിലൂടെ കുറയും. ടൂത്ത് പേസ്റ്റ്, സോപ്പ് ബാർ, ഷാംപൂ, ടൂത്ത് ബ്രഷ്, സൈക്കിൾ, ടേബിൾ മാറ്റ്, കിച്ചൺ വെയർ തുടങ്ങി നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം GST 5% ആക്കി. AC, 32 ഇഞ്ചിന് മുകളിലുള്ള TV, ഡിഷ് വാഷ് മെഷീൻ, ചെറിയ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ എന്നിവയ്ക്കും നികുതി 28% നിന്നും 18% ആക്കി കുറച്ചിട്ടുണ്ട്. ഇതിനെല്ലാം വലിയ വില വ്യത്യാസമാണ് ഇന്നു മുതൽ ഉണ്ടാകുക. പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, കാർബൈഡ് പാനീയങ്ങൾ, 350 cc മുകളിലുള്ള മോട്ടോർ ബൈക്കുകൾ എന്നിവക്ക് 40% നികുതി ചുമത്തിയിട്ടുമുണ്ട്. ഇതിനെല്ലാം വലിയ വില വർധനവുണ്ടാകും. ഇതോടൊപ്പം ചില ഉൽപ്പന്നങ്ങളുടെ നികുതി 0% ആക്കി കുറച്ചിട്ടുണ്ട്. പനീർ, വെണ്ണ, ചപ്പാത്തി, കടല, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവക്കും ഇനി നികുതി ഉണ്ടാകില്ല. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പരിഷ്കാരം മൂലം വലിയ നഷ്ടമുണ്ടാകുമെന്ന് 56ാമത് GST കൗൺസിൽ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ ധനമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു. ഒരു പഠനവും നടത്താതെയാണ് കേന്ദ്രം പരിഷ്കരണത്തിന് ഒരുങ്ങിയത് എന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നടപടി നിമിത്തം കേരളത്തിൽ 8000 കോടിയുടെ നഷ്ടമുണ്ടാകും. ഇത് നികത്താനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നും ബാലഗോപാൽ ആവശ്യപ്പെട്ടു. നികുതി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വീണ്ടും കുറവുണ്ടാകും എന്ന് ആശങ്കയുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന് പുറമെ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന ജമ്മു കാശ്മീർ, ബംഗാൾ, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പരിഷ്കരണത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. GST നികുതി പരിഷ്കരണത്തിൽ ഇൻഷുറൻസ് മേഖലക്കും കോളടിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസുകൾക്ക് നികുതി ഉണ്ടാകില്ല. നവരാത്രിയുടെ ആദ്യ ദിനമായ സെപ്റ്റംബർ 22 മുതൽ പുതിയ നികുതി സംവിധാനം നിലവിൽ വരും. നിലവിൽ ഇൻഷുറൻസിന് 18% GST ചുമത്തുന്നുണ്ട്. ഇതാദ്യമാണ് 0 താഴുന്നത്. ലൈഫ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, എൻഡോമെന്റ് പ്ലാൻ എന്നിവയ്ക്കടക്കം GST 0 ആരോഗ്യ ഇൻഷുറൻസിന്റെയും GST 0 താഴും. സീനിയർ സിറ്റിസൺ ഉൾപ്പെടെയുള്ളവരുടെ ഇൻഷുറൻസ് നിരക്ക് പുതിയ മാറ്റത്തോടെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് വലിയ ആശ്വാസമേകും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും എന്നുള്ളത് രാജ്യത്തെ സാധാരണക്കാരന് വലിയ ആശ്വാസമാകും. പാൽ, പനീർ, ചപ്പാത്തി, റൊട്ടി, കടല തുടങ്ങിയവയ്ക്ക് GST ഇനി ഉണ്ടാകില്ല. സോപ്പുകൾ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, എയർ ഓയിൽ, സൈക്കിൾ, ആവശ്യമായിട്ടുള്ള വീട്ടു സാധനങ്ങൾ, പാസ്ത, നൂഡിൽസ്, വെണ്ണ, കോഫി, ചോക്ലേറ്റ് എന്നിവക്കും 5% ഇനി GST. നേരത്തെ 18% സ്ലാബിൽ ഉണ്ടായിരുന്ന പൊറോട്ടയും റൊട്ടിയും എല്ലാം ഇനി GSTയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടും. രാജ്യത്ത് തന്നെ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്ന ഭക്ഷണമാണ്. നട്സിനും ഉണങ്ങിയ പഴങ്ങൾക്കും ഇനി 12% ഉണ്ടായിരുന്ന നികുതി 5% ആക്കി കുറച്ചിട്ടുണ്ട്. ബദാം, ഹസൽ നട്സ്, ചെറ്റ്സ് നട്സ്, പിസ്ത, മക്കഡാമിയ നട്സ്, കോള നട്സ്, പൈൻ നട്സ് എന്നിവയ്ക്കുൾപ്പെടെ ഉണങ്ങിയ നട്സുകൾക്കെല്ലാം 12% 5 കുറച്ചിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴം, അത്തിപ്പഴം, അവക്കാഡോ, പേരയ്ക്ക, മാംഗോസ് എന്നിവയുടെ ഉണക്കിയ വിലയിലെ GSTയും 12% നിന്നും 5% ആക്കി. മാംസാധിഷ്ഠിതവും മത്സ്യാധിഷ്ഠിതവുമായിട്ടുള്ള നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇനി GST 5% കുറയും. നേരത്തെ ഇത് 12% ആയിരുന്നു. മാംസം, മത്സ്യം, ക്രസ്റ്റേഷ്യനുകൾ എന്നിവയുടെ സത്തുക്കൾക്കും ജ്യൂസുകൾക്കും നേരത്തെ 12% നികുതി ചുമത്തിയിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ 5% ആക്കി കുറച്ചിട്ടുണ്ട്. സംരക്ഷിച്ച് തയ്യാറാക്കുന്ന മത്സ്യം, കാവിയാർ, ക്രസ്റ്റേഷ്യനുകൾ എന്നിവയ്ക്കും 12% നിന്നും 5% ആക്കി കുറച്ചു. പഴങ്ങളുടെയും GST 5% ആക്കി കുറച്ചിട്ടുണ്ട്. പഞ്ചസാര തിളപ്പിച്ച മധുര പലഹാരങ്ങൾക്ക് നേരത്തെ 12% നികുതി ഉണ്ടായിരുന്നതും 5% ആക്കി കുറച്ചു. പാസ്ത, ന്യൂഡിൽസ്, മാക്രോണി,
ലസാഡെ, റാവിയോളി, സമാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയുടേതും 12-ൽ നിന്നും 5% കുറച്ചു. ഉപ്പിലിട്ട വസ്തുക്കളുടേതും 12-ൽ നിന്നും 5% കുറച്ചിട്ടുണ്ട്. 33 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഇനി നികുതി ഇല്ല. കാറുകൾ, ആംബുലൻസുകൾ, മുച്ചക്ര വാഹനങ്ങൾ, TV, മോണിറ്റർ, പ്രൊജക്ടർ, ഡിഷ് വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ, കൂളർ, മാർബിൾ, ഗ്രാനൈറ്റ് തുടങ്ങിയ വസ്തുക്കൾക്ക് GST 28-ൽ നിന്നും 18% കുറച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് അല്ലാത്ത എല്ലാ കളിപ്പാട്ടങ്ങൾക്കും 12% നിന്നും 5% GST കുറച്ചു. നിത്യോപയോഗ സാധനങ്ങൾക്കും വാഹനങ്ങൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ഉൾപ്പെടെ മിക്ക സാധനങ്ങൾക്കും വില കുറയും. അപ്പൊ സാധാരണക്കാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം വില കുറയുകയാണ്. അതേസമയം മദ്യം, പുകയില ഉൽപ്പന്നങ്ങൾ, കോള ഉൾപ്പെടെയുള്ള മധുരപാനീയങ്ങൾ എന്നിവയ്ക്ക് ഇനി 40% GST ബാധകമാകും. ചില ആഡംബര ഉൽപ്പന്നങ്ങൾക്കും 40% നികുതിയുണ്ട്. 1500 cc കൂടുതൽ ശക്തിയുള്ള 4 മീറ്ററിൽ കൂടുതൽ നീളമുള്ളതുമായിട്ടുള്ള ഇലക്ട്രിക് അല്ലെങ്കിൽ ഡീസൽ കാറുകൾക്ക്, 1200 cc കൂടുതലുള്ള പെട്രോൾ കാറുകൾക്കും, 350 cc കൂടുതലുള്ള ബൈക്കുകൾക്കും 40% GST നൽകേണ്ടി വരും. 2500 രൂപക്ക് മുകളിൽ വരുന്ന പരുത്തി മെത്തകൾക്ക് 12% നിന്നും 18% നികുതി ഉയർത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതലാണ് ഇതെല്ലാം പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ നികുതി മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.